ഫീഡ് ഫുട്ബോളിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗിൻ്റെ ടൈറ്റിൽ റേസ് ഇങ്ങനെ രസകരമായിട്ടുള്ള പര്യവസാനത്തിലേക്ക് ഇങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലത്തെ ആസ്റ്റലിൻ്റെ എമിറേറ്റ്സിലെ പ്രകടനത്തെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത്. അതായത് ലണ്ടൻ ഡാർബിയിൽ മാർക്കോ സിൽവയുടെ ഫുള്ളമിനെ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് പെപ് ഗോർഡിയോള മാഞ്ചസ്റ്റർ സിറ്റിക്ക് മേലെ പ്രഷർ ഇടാൻ ആസ്റ്റലിന് സാധിച്ചിരിക്കുകയാണ്. നിലവിലത്തെ ടേബിളിൻ്റെ സ്ഥിതി നോക്കിക്കഴിഞ്ഞാൽ ആസ്റ്റൽ 35 മത്സരങ്ങൾ കഴിയുമ്പോൾ 76 പോയിൻറ്റ്സ് സ്വരൂപിച്ചെടുത്തിട്ടുണ്ട്. മാൻ സിറ്റിനെ സംബന്ധിച്ചോളം 2 ഗെയിംസ് ഇൻ ഹാൻഡ് ഉണ്ട്. അപ്പോൾ അവർക്ക് 70 പോയിൻറ്റ്സ് ആണുള്ളത്. അപ്പോൾ എന്താണ് സിറ്റി എന്ത് ചെയ്യും? ഹിൽ ഡിക്കിൻസൺ സ്റ്റേഡിയത്തിലാണ് അവരുടെ നാളെ രാത്രിയിലെ മൺഡേ രാത്രിയിലെ മത്സരമുള്ളത്. എവർട്ടനുമായിട്ടുള്ള മത്സരമാണ്. അപ്പോൾ ഇവിടെ ഗണേഴ്സിനെ സംബന്ധിച്ചോളം, ആസ്റ്റലിൻ്റെ ആരാധകരെ സംബന്ധിച്ചോളം കുറച്ച് മനസമാധാനത്തോടെ കണ്ടു തീർത്തിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫാണ് ഇന്നലെ ഉണ്ടായത് എമിറേറ്റ്സിൽ. കാരണം വെച്ചാൽ സുഖവും സമാധാനവും ഒക്കെ ഉണ്ടായിരുന്നൊരു സെക്കൻഡ് ഹാഫ്. എന്താ അതിനുള്ള റീസൺ? മറ്റൊന്നുമല്ല, ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർന്നിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ തന്നെ 3 ഗോൾ അടിച്ചിരിക്കുകയാണ് ആസ്റ്റൽ. അതിലും കൂടുതൽ ഗോളുകൾ വേണമെങ്കിൽ അവർക്ക് അടിക്കാമായിരുന്നു. അമ്മാതിരി പ്രകടനമായിരുന്നു അവർ കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ബ്യൂട്ടിഫുൾ, അവരുടെ ടെക്നീഷ്യന്മാർ കളം നിറഞ്ഞ് കളിച്ചിട്ടുള്ള ഒരു പ്രകടനം. ഫസ്റ്റ് ഹാഫിൽ തന്നെ സ്റ്റാൻഡിങ് ഒവേഷൻ കിട്ടുന്നു. ആ ക്രൗഡിന് വല്ലാത്ത രീതിയിലൊരു എനർജി ആ ഫസ്റ്റ് ഹാഫിലെ പ്രകടനത്തിൽ നിന്ന് ആസ്റ്റൽ ഫാൻസിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആർട്ടറ്റയുടെ എനർജി സൈഡ് ലൈനിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ടോട്ടൽ പ്ലേയേഴ്സിൻ്റെ എനർജി നമുക്ക് കാണാൻ സാധിക്കുന്നു. ബുക്കായോ സാക്ക ആ റൈറ്റ് വിങ്ങിൽ ഭയങ്കരമായിട്ട് മനോഹരമായിട്ട് ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർക്കുന്നതിൽ പ്രധാന പങ്കുവച്ചിട്ടുള്ള ഒരാളാണ്. വിറ്റർ യോക്കരഷ് 2 ഗോൾ അടിക്കുന്നു. ട്രൊസാർഡ് മനോഹരമായിട്ട് കളിക്കുന്നു. അതായത് ആർട്ടറ്റ ചില സർപ്രൈസുകൾ ആസ്റ്റൽ ഫാൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. മൈൽസ് ലൂയിസ് സ്കെല്ലിനെ ആ മിഡ്ഫീൽഡ് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാനുള്ള തീരുമാനം, സുബിമെൻഡിക്ക് റെസ്റ്റ് കൊടുക്കണം. കാരണം വെച്ചാൽ മിഡ് വീക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ചാമ്പ്യൻസ് ലീഗ് സെക്കൻഡ് ലെഗ് മത്സരമുണ്ട്. അത് വേറെ കാര്യം. ചൊവ്വാഴ്ചയാണ് ആ മത്സരം ഉള്ളത്. ഓൾറെഡി അവർ മെട്രോപൊളിറ്റാനിൽ പോയിട്ട് വരികയാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള റൊട്ടേഷൻ അനിവാര്യമായിട്ടൊരു സിറ്റുവേഷനാണ്. അപ്പോൾ സുബിമെൻഡി വലിയ തോതിൽ അത്ര ഇംപ്രസീവ് ആയിട്ടുള്ള ഫുട്ബോൾ അല്ല ലേറ്റായിട്ട് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൂയിസ് കെല്ലിക്കാർ ചാൻസ് കൊടുത്തിരിക്കുകയാണ്. ലൂയിസ് കെല്ലിനെ സംബന്ധിച്ചിടത്തോളം ആസ്റ്റൽ വേണ്ടിയിട്ട് ഇതെന്തോ 70ാമത്തെ എങ്ങാനും അപ്പിയറൻസ് എങ്ങാനുമാണ്. ഇതുവരെ ആളുടെ ഒരു പ്രിഫേർഡ് അക്കാഡമിയിൽ ചെങ്ങായി കളിച്ചിട്ടുണ്ടായിരുന്ന ആ റോൾ ഇതുവരെ സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അങ്ങനെ ഇപ്പോൾ ആൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിച്ചിരിക്കുകയാണ്. ഇടയ്ക്കൊക്കെ കാമിയോ റോളൊക്കെ കളിച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ ആദ്യമായിട്ടാണ് ആ ഒരു മിഡ്ഫീൽഡ് റോൾ ചങ്ങായി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഡെക്ലൻ റൈസ് ആ ഒരു 6 റോളിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഡെക്ലൻ റൈസിന് ഇപ്പോൾ ആ ഒരു 6ലേക്ക് മാറ്റിയിട്ടുള്ള ഒരു സംഭവം. അതേപോലെ തന്നെ ഈ ടെക്നിക്കലി കുറച്ച് എന്താ പറയുക, അവിടെ നിന്ന് ഡ്രിബിളൊക്കെ ചെയ്യാൻ പറ്റുന്ന, ടേക്ക് ഓണൊക്കെ ചെയ്യാൻ പറ്റുന്ന, ടേണൊക്കെ ചെയ്യാൻ പറ്റുന്ന, കാരണം ആ ഒരു 60ാമത്തെ മിനിറ്റൊക്കെ ആയിട്ടുള്ള സാഹചര്യത്തിൽ പിന്നെ ലൂയിസ് കെല്ലി ആ ഒരു ടേണൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ട്രേഡ് മാർക്ക് ടേൺ നടത്തി ഡ്രിബിൾ ചെയ്യാൻ പോകുന്ന സാഹചര്യത്തിൽ അതിന് ഭയങ്കരമായിട്ടുള്ള ഗൈഡും കാര്യങ്ങളൊക്കെ എമിറേറ്റ്സിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് ഹാഫിൽ വലിയ തോതിൽ അത്തരത്തിലുള്ള സംഭവം ഉണ്ടായിരുന്നില്ല, പക്ഷേ വളരെ ക്ലീൻ ആയിട്ട് ഡിഫെൻസീവ് കോൺട്രിബ്യൂഷൻ നടത്തുന്നു. എനർജി, അതാണ് ആ മിഡ്ഫീൽഡിൽ ആ ഒരു ആഡഡ് എനർജി കൊടുക്കാൻ ഈ ചങ്ങായിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു ഡെക്ലൻ റൈസിൻ്റെ കൂടെ എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ മാത്രമല്ല താഴോട്ട് ഇറങ്ങി വന്നിട്ട് ഡിഫൻസിൽ ബോൾ റിസീവ് ചെയ്തിട്ട് മുമ്പോട്ടേക്ക് പോകുന്നു. ലൂയിസ് കെല്ലിയുടെ ഗെയിം അതൊരു ഫാൻറ്റാസ്റ്റിക് ഗെയിമായിരുന്നു. മാത്രമല്ല മത്സരത്തിന് ശേഷം ഒരു ബിഗ് ഹഗ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആർട്ടറ്റ ലൂയിസ് കെല്ലിക്ക്. അപ്പോൾ ആർട്ടറ്റ വലിയ തോതിൽ ചെങ്ങനെ ട്രസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയപ്പോൾ, വളരെ ഇമ്പോർട്ടൻ്റ് ആയ സിറ്റുവേഷനിൽ ആൾക്കാർ അവസരം കൊടുക്കുന്നു, അത് മുതലെടുക്കുകയാണ്. ചെങ്ങായി മനോഹരമായിട്ട് പെർഫോം ചെയ്യുന്നു. അപ്പോൾ ഈ ബാക്കിയുള്ള മത്സരങ്ങളിൽ ഒരു ഓപ്ഷൻ കൂടി ആയിരിക്കുകയാണ് പിന്നെ ആർട്ടറ്റയ്ക്ക് മിഡ്ഫീൽഡിൽ ലൂയിസ് കെല്ലി ലെഫ്റ്റ് ബാക്കായിട്ട് കളിക്കുന്നവരുണ്ട്. പക്ഷേ ഈ സീസണിൽ ഒരു 3rd ചോയ്സ് ലെഫ്റ്റ് ബാക്കായിട്ട് ചെങ്ങായി മാറിയിട്ടുണ്ടായിരുന്നു അല്ലേ? കലിഫിയോരിയും ഹിൻകാപ്പിയും പിന്നെയാണ് ലൂയിസ് കെല്ലിനെ ആ ഒരു പിക്ചറിൽ കാണുന്നുണ്ടായിരുന്നത് ആർട്ടറ്റ. പിന്നെ അവിടെ നോർഗാർഡ് ഉണ്ട്, എക്സ്പീരിയൻസ്ഡ് പ്രീമിയർ ലീഗ് ക്യാമ്പയിനറാണ്. ചെങ്ങനെ ബ്രെൻഫോർഡിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളവിടെ ഇരിക്കുന്നുണ്ട്. ആളുടെ ഒരു സ്റ്റാറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എസ് ആളെക്കാൾ കൂടുതൽ മിനിറ്റ്സ് ക്രിസ്റ്റൽ പാലസിന് പ്രീമിയർ ലീഗിൽ ഈ സീസണിൽ കളിച്ചിട്ടുണ്ട്. ആസ്റ്റലിൽ കളിച്ചതിനേക്കാൾ കൂടുതൽ ആസ്റ്റലിലേക്ക് വരുന്നതിന് മുമ്പ് ക്രിസ്റ്റൽ പാലസിന് വേണ്ടിയിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നല്ലോ ഈ സീസണിൽ. അപ്പോൾ ആ രീതിയിൽ നോർഗാർഡിനെ കാര്യമായിട്ട് ലീഗിലൊന്നും ട്രസ്റ്റ് ചെയ്യുന്നില്ല. ആളെ കപ്പ് കോമ്പറ്റീഷനിലൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. നോർഗാർഡ് ഇരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു ബ്രേവ് ഡിസിഷൻ എടുക്കാനുള്ള തീരുമാനം ആർട്ടറ്റ എടുക്കുന്നത്. അതെന്തായാലും വർക്കായിട്ടുണ്ട്. ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ്. അതായത് ടെക്നീഷ്യന്മാർ കൂടി, ലൂയിസ് കെല്ലി അത്തരത്തിലൊരു ടെക്നീഷ്യൻ ആയിട്ടുള്ള ഒരു പ്ലെയറാണ്, അതായത് ടെക്നിക്കൽ എബിലിറ്റി ഉള്ള ഒരു പ്ലെയറാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ ആസ്റ്റലിൻ്റെ ലൈനപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഫൈനൽ തേർഡിൽ ഇപ്പോൾ ബുക്കായോ സാക്ക, ട്രൊസാർഡ്, എസെ, ഒഡെഗാർഡിന് ഇഞ്ചുറി ആണതുകൊണ്ട് എസെ സ്റ്റാർട്ട് ചെയ്യുന്നു. അതും നല്ലൊരു കാര്യമാണ്. ഒഡെഗാർഡ് അത്ര നല്ല രീതിയിലല്ല കളിച്ചുകൊണ്ടിരിക്കുന്നത്. എസെ ആണെങ്കിൽ ഇപ്പോൾ കോൺഫിഡൻസിലേക്ക് തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ എസെ ഒരു ടെക്നിക്കൽ പ്ലെയർ ആണല്ലോ. ലൂയിസ് കെല്ലി, എസെ, ട്രൊസാർഡ്, അതേപോലെ തന്നെ ബുക്കായോ സാക്ക, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. ഇതോടൊപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ട മറ്റത് എന്താണെന്ന് വെച്ചാൽ ഫുൾ ബാക്ക് ഏരിയയിൽ കലിഫിയോരി സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ലെഫ്റ്റ് ബാക്കായിട്ട്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. കാരണം അറ്റാക്കിംഗ് കൂടി കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഫുൾ ബാക്കുകൾ ഉണ്ടാവേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അല്ലെങ്കിൽ വിങ്ങർമാരെ ഐസൊലേറ്റ് ചെയ്യപ്പെട്ടു പോകും. ഇപ്പോൾ ഈ മത്സരത്തിൽ വൈറ്റ് പിന്നെയും അറ്റാക്ക് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ വൈറ്റും റീസെൻ്റ് ആയിട്ടുള്ള മത്സരങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു ചങ്ങയാണ്. അത് വേറെ കാര്യം. അപ്പോൾ ടിംബർ കൂടി വന്നുള്ള കാര്യം ആലോചിച്ച് നോക്കിയാൽ ടിംബറും കലിഫിയൊക്കെ ഒരുമിച്ച് കളിച്ച് കഴിഞ്ഞാൽ അപ്പോൾ കൂടുതൽ അറ്റാക്കിംഗ് സംഭവങ്ങൾ ആസ്റ്റലിൻ്റെ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഈ പറഞ്ഞ പോലെ അത് മെൻറ്റാലിറ്റിയുടെ കൂടി ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇൻസ്ട്രക്ഷൻസിൻ്റെ കൂടെ കാര്യമാണ്. കൂടുതൽ സൈഡ് വൈസ് പാസുകളോ ബാക്ക് പാസുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല. വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള അപ്രോച്ച്, വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള അപ്രോച്ചാണ് നമുക്ക് ആസ്റ്റലിൻ്റെ ഭാഗത്ത് ഈ മത്സരത്തിൻ്റെ തുടക്കം മുതൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത്.
അപ്പോൾ എന്താണ് സംഭവം സിമ്പിളാണ്, ജയിക്കല്ലാതെ വേറെ വഴിയില്ല, അതും നല്ല രീതിയിൽ ജയിക്കല്ലാതെ വേറെ വഴിയില്ല എന്നുള്ളത് അവരുടെ മനസ്സിൽ വന്ന് കയറിയിട്ടുണ്ട്. കാരണം ആ സിറ്റി മത്സരത്തിന് ശേഷം അപ്പോൾ ഇനി ജയിക്കണമെങ്കിൽ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് കളിക്കണം. ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ അത്ര മികച്ച രീതിയിൽ എല്ലാവരും സെക്കൻഡ് ഹാഫിലേക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സെക്കൻഡ് ഹാഫും കുറച്ച് ഇടങ്ങറായിട്ടാണല്ലോ ആർസണൽ ഫാൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് വിസൊക്കെ കിട്ടിയിട്ടുള്ള ചാൻസൊക്കെ അത് ഗോളായിരുന്നെങ്കിൽ അവസ്ഥ ആലോചിക്കുക. പക്ഷേ ഇവിടെ ഫസ്റ്റ് ഹാഫിൽ തന്നെ കളി തീർക്കാൻ സാധിച്ചിരിക്കുകയാണ്. അതിന് ഈ ടെക്നിക്കൽ പ്ലെയേഴ്സ് കൂടുതൽ കളിക്കുകയും അവർ ഇമ്പാക്റ്റ് ഉണ്ടാക്കും നമുക്ക് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ്. ട്രൊസാർഡൊക്കെ മനോഹരമായിട്ട് കളിച്ചുള്ളൊരു മത്സരമാണ്. 6 ടേക്ക് ഓണുകളും കാര്യം ചങ്ങായി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിൻ്റെ പ്രീമിയർ ലീഗ് കരിയറിലെ ഏറ്റവും മികച്ച നമ്പറാണ് ഈ ടേക്ക് ഓണുകളുടെ കാര്യത്തിൽ. അപ്പോൾ ട്രൊസാർഡ് നല്ല രീതിയിൽ കളിക്കുന്നു, ട്രൊസാർഡ് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നു. അതേപോലെ തന്നെ വിറ്റർ യോക്കരഷ് ടെക്നീഷ്യന്മാരുടെ കൂടെ കളിക്കുമ്പോൾ വിറ്റർ യോക്കരഷിന് എന്താണ് ആ പണി എടുക്കേണ്ടത്, ഗോൾ അടിക്കുക എന്നുള്ള പണി മാത്രം എടുക്കേണ്ട ഒരു സാഹചര്യം വരുന്നു. അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ എന്തായാലും പിന്നെ ആർസണൽ ഫാൻസ് സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, മനസമാധാനത്തോടെ കണ്ടു തീർത്തുള്ള ഒരു മത്സരമായിരുന്നു. പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫ് ആയിരുന്നത്. അപ്പോൾ കൂടുതൽ ഗോളുകൾ അടിക്കാമായിരുന്നു എന്നുള്ള തോന്നലുണ്ടായിരിക്കും. പക്ഷേ സെക്കൻഡ് ഹാഫിൽ അവിടെ പെർഫോമൻസിൽ ഒരു ഡിപ്പ് സംഭവിച്ചു. അത് അത്തരത്തിലുള്ള ചേഞ്ചസും കാര്യങ്ങളും വരുത്തിയിട്ടുണ്ടായിരുന്നു. സാക്കിനൊക്കെ ഹാഫ് ടൈമിൽ തന്നെ പിൻവലിക്കുന്നു. കാരണം വെച്ചാൽ അത്ലറ്റിക്കൊക്കെ എതിരെയുള്ള സെക്കൻഡ് ലെഗിൽ അദ്ദേഹത്തിന് ആവശ്യമാണ്, ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു എന്നുള്ളൊരു സാഹചര്യമാണ് അല്ലേ. അപ്പോൾ ഇതിൽ തന്നെ അഗെയിൻ ഞാൻ ലൂയിസ് കെല്ലിയുടെ സ്റ്റാറ്റ്സിൽ നിന്ന് തുടങ്ങാം. ലൂയിസ് കെല്ലി ഈ മത്സരത്തിൽ എന്താണ് 97% പാസിംഗ് ആക്യുറസി അദ്ദേഹത്തിനുണ്ടായിരുന്നു ആ ഒരു റോളിൽ കളിക്കുന്ന സാഹചര്യത്തിൽ. അതേപോലെ തന്നെ 7 ജൂലുകൾ വിൻ ചെയ്യുന്നു, 6 തവണ പൊസഷൻ വിൻ ബാക്ക് ചെയ്യുന്നു, 4 ഫൗളുകൾ വിൻ ചെയ്യുന്നു, 4 ഫൈനൽ തേർഡ് എൻട്രീസ്, 2 ടാക്കിളുകൾ, ഒരു ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു, ഒരൊറ്റ ഫൗൾ പോലും കൺസീഡ് ചെയ്യാത്ത ഒരു മത്സരമായിരുന്നു ലൂയിസ് കെല്ലിയുടെ. ഒരു ക്ലീൻ പെർഫോമൻസ്, ഫാൻറ്റാസ്റ്റിക് പെർഫോമൻസ്. ഡെക്ലൻ റൈസ് ആ ഒരു 6 റോളിൽ മനോഹരമായിട്ട് കളിച്ചിട്ടുണ്ട്, അത് വേറെ കാര്യം. പിന്നെ ഞാൻ പറയാം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാർട്ട്. ഈ സീസണിൽ പ്രീമിയർ ലീഗിൽ ആർസണൽ പിന്നെ ഫസ്റ്റ് ഹാഫിൽ ക്രിയേറ്റ് ചെയ്ത XG, അതിനേക്കാൾ കൂടുതൽ XG ഏതെങ്കിലും ഫസ്റ്റ് ഹാഫിൽ ഈ സീസണിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടുള്ളത് 2 മത്സരങ്ങൾ മാത്രമാണ്. ഒന്ന് ഇരയോളയുടെ ബോൺമൗത്ത് ചെൽസിക്കെതിരെ ഡിസംബറിൽ, മരസ്കയുടെ ചെൽസി ആയിരുന്നു ഒന്ന്. അതേപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ്സ് യുണൈറ്റഡിനെതിരെ. ചെൽസിക്കെതിരെ ബോൺമൗത്ത് 2.77 ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ മാഞ്ചസ്റ്റർ സിറ്റി ലീഡ്സിനെതിരെ 2.67 XG ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നോൺ പെനാൽറ്റി XGയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ, കേവലം XG അല്ല, നോൺ പെനാൽറ്റി XG ആണ്. 2.39 ആണ് ആർസണൽ ഈ മത്സരത്തിൽ ക്രിയേറ്റ് ചെയ്തത്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് സ്റ്റാറ്റ്സിൻ്റെ ബാക്കിംഗ് ഒന്നും വേണ്ട, കണ്ണുകൊണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള സംഭവം തന്നെയായിരുന്നു. ആ രീതിയിലാണ് അവർ ചാൻസിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മിനിറ്റിൽ തന്നെ ട്രൊസാർഡ് ഷോട്ട് അടിച്ച് തുടങ്ങുന്നു അല്ലേ. അപ്പോൾ അതിൽ തന്നെ ആർസണൽ ലീഡ് എടുത്തിട്ടുള്ള രീതി നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള ബുക്കായോ സാക്കയുടെ ആ ഒരു ഇൻവോൾവ്മെൻറ്റ്, അപ്പോൾ കൃത്യസമയത്ത് സാക്ക തിരിച്ചു വന്നിട്ടുള്ളത് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും ആർസണൽ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഹിമിനസ് ആ ഒരു ഏരിയയിൽ വന്ന് പെടേണ്ട ഒരാളല്ല, പക്ഷേ സപ്പോർട്ട് ചെയ്യാൻ വന്നതാണ് ആ വിങ്ങിൽ. പക്ഷേ ആളിനെ കിടത്തി ഉറക്കി ബുക്കായോ സാക്ക അദ്ദേഹത്തിൻ്റെ ഫുട് വർക്ക് കൊണ്ട് വീണുപോയി ചങ്ങായി. എന്നിട്ടിങ്ങനെ ഈ പ്ലേറ്റിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ ഇടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്, സ്പൂണിൽ വെച്ച് കൊടുക്കാൻ നമ്മൾ ഇടയ്ക്ക് പറയാറുണ്ട്. ആ രീതിയിലാണ് ആ ഒരു ക്രോസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്, ആ കട്ട് ബാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ വിക്ടറി യോക്കറിനെ സംബന്ധിച്ചോളം അവിടെ പൊസിഷനിൽ നിൽക്കുക എന്നുള്ള അദ്ദേഹത്തിൻ്റെ ദൗത്യമാണ്, അത് അദ്ദേഹം ചെയ്യുന്നു. പിന്നെ ടാപ്പിനാണ്, കാല് വെച്ച് കൊടുത്താൽ മതി, ആ രീതിയിലുള്ള ബോളാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കൃത്യമായിട്ട് ഇങ്ങനെ പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നു. 10 മിനിറ്റിനുള്ളിൽ തന്നെ ആർസണൽ ലീഡ് എടുക്കാൻ സാഹചര്യമാണ്. ന്യൂകാസിനെതിരെയും അത് സംഭവിച്ചു. അപ്പോൾ ഇതിൽ തന്നെ ഈ സീസണിലെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ആർസണൽ പിന്നെ ന്യൂകാസിനെതിരെയുള്ള മത്സരത്തിൽ ഫസ്റ്റ് 10 മിനിറ്റ്സിൽ ഗോൾ അടിച്ചു നമ്മൾ പറഞ്ഞു. അപ്പോൾ അത് എസയുടെ ആ ഒരു ഫാൻറ്റാസ്റ്റിക് സ്ട്രൈക്ക് ആയിരുന്നല്ലോ. അപ്പോൾ അവരുടെ ആ ഒരു 10 മിനിറ്റിൽ ഗോൾ അടിക്കുന്നതിൻ്റെ ഗോൾ ടാലി ഉണ്ടല്ലോ, അതവർ ഡബിളാക്കിയിരിക്കുകയാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ 2 മത്സരങ്ങൾ. അതിന് മുമ്പുള്ള മത്സരങ്ങളൊക്കെ കൂടി 2 തവണ അവർ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ പിന്നെ ഫുള്ളമിനെതിരെയും അതുപോലെ തന്നെ ന്യൂകാസിനെതിരെയുള്ള മത്സരത്തിൽ അവർ ഏർലി ഗോൾ അടിക്കുകയാണ്. അത് ബേസിക്കലി ആ ഒരു ഇൻറ്റൻറ്റിൻ്റെ വ്യത്യാസമാണ്. കാരണം നമ്മൾ ഈ ഗെയിമിനെ പല രീതിയിൽ നമുക്ക് വ്യാഖ്യാനിക്കാം, അനലൈസ് ചെയ്യാം. പക്ഷേ ഇതിലൊരു മെൻറ്റൽ ആസ്പെക്റ്റ് കൂടിയുണ്ട്. നമ്മൾ എങ്ങനെ നോക്കിക്കാണുന്നു, എങ്ങനെ മത്സരത്തെ അപ്രോച്ച് ചെയ്യുന്നു എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് സംഭവമാണ്. അപ്പോൾ ഇവിടെ ആശ്രമിച്ചോളം ജയിച്ചേ പറ്റൂ. അപ്പോൾ ആ രീതിയിൽ തന്നെയാണ് അപ്രോച്ച് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഗുണം നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട്. പിന്നെ ഏർലി ഗോൾ വരുമ്പോൾ പിന്നെന്താ, ചില സാഹചര്യങ്ങൾ വലിഞ്ഞിറങ്ങാറുണ്ട്, പക്ഷേ കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും. അപ്പോൾ ഫുള്ളമിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചെറിയ ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ഇപ്പോൾ യുവോബിയൊന്നും ഇല്ല. യുവോബിയൊക്കെ അവരുടെ വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്ലേയേഴ്സാണ്, അല്ലെങ്കിൽ വൺ ഓഫ് ദ എന്നല്ല, ശരിക്കും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. ആൾക്ക് ഇഞ്ചുറിയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റിൽ ഒരു ഡീസൻറ്റ് സൈഡാണ്. കാരണം ഫുള്ളും ഫോമിലുള്ള ഒരു സൈഡാണ്. പക്ഷേ ആർസണലിനെതിരെ വരുമ്പോൾ അവരുടെ ഫോം ഒരിക്കലും ഒരു കാലത്തും അവർക്ക് ഗുണം ചെയ്യാറില്ല എന്നുള്ള കാര്യം ഓർക്കണം. കാരണം വെച്ചാൽ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഫുള്ളമിനെ പഞ്ഞിക്കടൽ, പ്രത്യേകിച്ച് എമിറേറ്റ്സിൽ അത് സ്ഥിരം നടക്കുന്നൊരു പ്രക്രിയയാണ്. അതിന് വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. ആർസണൽ അവസാനത്തെ 33 ഹോം മത്സരങ്ങളിൽ ഫുള്ളവുമായിട്ട് അൺബീറ്റഡാണ് ലീഗിൽ. ഇതൊരു റെക്കോർഡാണ്. 33 മത്സരങ്ങൾ എവിടെയെങ്കിലൊക്കെ ആയിട്ട് ഡ്രോ കിട്ടിയാലായി, അല്ലാതെ എമിറേറ്റ്സിൽ വന്നിട്ട് ഫുള്ളമ് ജയിക്കാറില്ല എന്നുള്ളത് ചരിത്രമാണ്. ആ ചരിത്രം തിരുത്തി കുറിക്കാൻ മാർക്കോ സിൽവയുടെ ഫുള്ളമിന് ഇപ്രാവശ്യം സാധിച്ചിട്ടില്ല. ഇത് മാത്രമല്ല, ഏതെങ്കിലും ഒരു സൈഡിന്
പിന്നെ ഇത്തരത്തിലുള്ളൊരു റെക്കോർഡ് അവകാശപ്പെടാൻ പറ്റില്ല മറ്റൊരു സൈഡിനെതിരെ എന്നുള്ള കാര്യം ഓർക്കണതായിട്ട് പ്രീമിയർ ലീഗിൻ്റെ ചരിത്രത്തിൽ, ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗിൻ്റെ ചരിത്രത്തിൽ 33 തവണ എമിറേറ്റ്സിലേക്ക് വരുന്നു. എന്നിട്ട് എങ്ങനെയെങ്കിലും ഒരു പോയിന്റ് കിട്ടിയ ചരിത്രമുണ്ട്, അല്ലാതെ ജയിക്കാൻ അവർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഓർക്കേണ്ടതായിരുന്നു. അപ്പോൾ ഫാന്റാസ്റ്റിക് വിന്നാണ് ആദ്യത്തെ ഗോളിലുള്ള ബുക്കായോ സാക്കയുടെ ഇൻവോൾവ്മെൻറ്റ്. അപ്പോൾ സാക്കയെക്കുറിച്ച് സംസാരിച്ച് കഴിഞ്ഞാൽ എന്താണ്, സാക്ക ഒരു ഇഞ്ചുറി ഹിറ്റായിട്ടുള്ളൊരു സീസണാണ് ഇത്. പക്ഷേ സാക്കയുടെ അടുത്തു നിന്നുള്ള കോൺട്രിബ്യൂഷൻസും കുറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ ഈ 2 സീസണുകളായിട്ട്. അതിന് മുമ്പ് ഏത് രീതിയിലാണ് സാക്ക കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നുള്ള കാര്യം ഓർക്കേണ്ടതുണ്ട്. അതായത് 25 പ്രീമിയർ ലീഗ് ഗോൾ കോൺട്രിബ്യൂഷൻസാണ് 2022-23 സീസണിൽ ചങ്ങായി നടത്തിയാണ്. 14 ഗോളും 11 അസിസ്റ്റും. ഗ്രേറ്റ് ക്യാമ്പയിൻ. 23-24 16 പിന്നെ ഗോളും 9 അസിസ്റ്റും. അഗെയിൻ 25 ഗോൾ കോൺട്രിബ്യൂഷൻസ്. ഗ്രേറ്റ്. പിന്നെ എന്താണ് 16 ഗോൾ കോൺട്രിബ്യൂഷൻസാണ് കഴിഞ്ഞ സീസണിൽ ചങ്ങായി നടത്തിയത്. 6 ഗോളും 10 അസിസ്റ്റും. ഈ സീസണിൽ ആകെ 9 ഗോൾ കോൺട്രിബ്യൂഷൻസ് മാത്രമേ സോഫാർ കിട്ടിയിട്ടുള്ളൂ. ഇഞ്ചുറികളും കാര്യങ്ങളും അതുപോലെ തന്നെ വലിയ തോതിൽ ഫോമും അതിന് കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല. അതിന് ആ ഫുൾ ബാക്ക് പെയറിങ്ങും വേണമെങ്കിൽ നമുക്ക് ഒരു കാരണമായിട്ട് പറയാം. പക്ഷേ സ്റ്റിൽ സാക്ക കുറച്ചുകൂടി ബെറ്ററായിട്ട് പെർഫോം ചെയ്യണമായിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. ആകെ 9 ഗോൾ കോൺട്രിബ്യൂഷൻസേ നടത്തിയിട്ടുള്ളൂ. അതായത് 6 ഗോളും 1 അസിസ്റ്റും. ഈ മത്സരത്തിലാണ് അതിൽ 1 ഗോളും 1 അസിസ്റ്റും വന്നിട്ടുണ്ടായിരുന്നത് എന്നുള്ള കാര്യമാണ് 28 ലീഗ് അപ്പിയറൻസിൽ നിന്ന്. അപ്പോൾ അത് നോട്ട് ഗുഡ് ഇനഫ് ആണ്. സാക്കയുടെ ക്വാളിറ്റി നമുക്കറിയുന്നതാണ്, സാക്കയുടെ ടാലൻറ്റിനെ കുറിച്ച് നമുക്കറിയുന്നതാണ്. സാക്ക ഇതിന് മുമ്പ് ആഫ്രിക്കൻ കുപ്പായത്തിൽ ചെയ്ത സ്റ്റാറ്റ്സാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. അപ്പോൾ അതൊക്കെ കൺസിഡർ ചെയ്യുമ്പോൾ നോട്ട് ഗുഡ് ഇനഫ് ആണ്. പക്ഷേ ഈ ഒരു ലാപ്പിൽ, അവസാന ലാപ്പിൽ സാക്കക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മതി ആർസണൽ ഫാൻസിന്. ഈ ഒരു ഫൈനൽ ലാപ്പിൽ ചാമ്പ്യൻസ് ലീഗിലും പ്രീമിയർ ലീഗിലും സാക്കക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് മതി. അപ്പോൾ അത് അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ട തരത്തിൽ സംഭവം. ആ ടിമ്പർ കൂടി ഒന്ന് തിരിച്ചു വന്നാൽ മതി എന്നുള്ളതായിരിക്കും ആർസണൽ ഫാൻസിൻ്റെ മനസ്സിലുണ്ടായിരിക്കുക. അതുപോലെ തന്നെ കലിഫ്യൂരിയുടെ ബോക്സിലേക്കുള്ള റണ്ണ് ആളൊരു ഹെഡഡ് ഗോൾ അടിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് ഓഫ് സൈഡായിപ്പോയി. പക്ഷേ ആ രീതിയിലുള്ളൊരു ഒരു സാധനം ആൾ കൊടുക്കും. ടെക്നിക്കൽ എബിലിറ്റി ഉണ്ട് കലിഫ്യൂരിക്ക്, ബോളായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റും. അതേപോലെ തന്നെ ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള ഫുട്ബോളറാണ്. അപ്പോൾ പിന്നെ ആർസണൽ ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഫുള്ളമിന് ഒരു ഉത്തരം കിട്ടുന്നില്ല. ലൂക്കിച്ചൊക്കെ സെക്കൻഡ് എല്ലാം കിട്ടി പോകേണ്ട തരത്തിലുള്ള പെർഫോമൻസ് ഒക്കെയാണ് കാഴ്ചവെക്കുന്നുണ്ടായിരുന്നത്. ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല മിഡ്ഫീൽഡിൽ ലൂക്കിച്ചിനാണെങ്കിലും. അതേപോലെ തന്നെ വിൽസണൊക്കെ ബോൾ കിട്ടുന്ന തന്നെ ആ ഫസ്റ്റ് ഹാഫിൽ കുറേ നേരം കഴിഞ്ഞിട്ടായിരുന്നുള്ള കാര്യം ഓർക്കണമായിരുന്നു. അപ്പോൾ ഫുള്ളമിൻ്റെ അറ്റാക്കിംഗ് പ്ലേയേഴ്സിന് ബോളും കിട്ടുന്നില്ല. ആർസണൽ ഇങ്ങനെ റെഗുലറായിട്ട് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവരുടെ ഡയറക്റ്റ് അപ്രോച്ച്, ബോൾ കിട്ടുമ്പോൾ സൈഡ് വേസ് പാസുകൾക്ക് വരാൻ മുമ്പോട്ടേക്ക് മുന്നോട്ട് എന്നുള്ള ചിന്തയിലൂടെ കളിക്കുന്നു. അങ്ങനെ കളിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ ഗോൾ അടിക്കാൻ പറ്റും ചെയ്യും. അപ്പോൾ പിന്നെ ഇതിൽ തന്നെ ലെനോ ഫോം ആർസണൽ കീപ്പറാണെന്നുള്ള കാര്യം ഓർക്കണം. ലെനോക്ക് കാര്യങ്ങൾ അങ്ങോട്ട് ബോക്സിൽ ക്രോസിൽ വരുമ്പോൾ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നില്ല മനോഹരമായിട്ട്. യൂഷ്വലി കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ചങ്ങായാണ്. അങ്ങനെ ചാൻസുകൾ കിട്ടുകയാണ്. പക്ഷേ ആൾ യോക്കറിച്ചിൻ്റെ ഷോട്ടൊക്കെ സേവ് ചെയ്തിട്ട് ഫുള്ളമിനെ പിടിച്ചു നിർത്താനുള്ള ശ്രമം നടത്തി. പക്ഷേ ആദ്യം വൈകാത്തിൻ്റെ 2ാമത്തെ ഗോൾ ആർസണൽ അടിച്ചാണ്. ആ ഒരു ഡിസലോഡ് ഗോളിന് ശേഷം വളരെ പെട്ടെന്ന് തന്നെ 2ാമത്തെ ഗോൾ ആർസണൽ അടിക്കുകയാണ്. അപ്പോൾ അതിൽ അഗെയിൻ എബെരച്ചി ആ ഒരു സ്ക്രാപ്പ് ചെയ്ത് ബോൾ അവിടെ നിന്ന് അദ്ദേഹത്തിലേക്ക് എത്തിയുള്ള സാഹചര്യത്തിൽ ആർസണൽ ഏരിയയിൽ നിന്ന് വിക്ടറി യോക്കറിച്ചിൻ്റെ ചാനൽ റണ്ണ് ചങ്ങായി കണ്ടു റൈറ്റിലേക്കുള്ളത്. ഫാന്റാസ്റ്റിക് റണ്ണാണ്, ഫാന്റാസ്റ്റിക് ബോളാണ്. അതിനുശേഷം വളരെ ക്യൂട്ടായിട്ടുള്ളൊരു പാസ് കൊടുക്കുന്നു വിക്ടറി യോക്കറിച്ച് സാക്കയുടെ നിയർ പോസ്റ്റ് ഫിനിഷ് നമ്മൾ കാണാണ്. ബെൻലോനെ സംബന്ധിച്ചോളം അവിടെ ബീറ്റ് ചെയ്യപ്പെട്ടതിൽ ആൾക്കൊരു ഇടങ്ങലുണ്ടായിരിക്കും. പക്ഷേ സാക്ക മനോഹരമായിട്ട് ഫിനിഷ് ചെയ്യണത് തൻ്റെ സ്ട്രോങ്ങർ ലെഫ്റ്റ് ഫുട്ട് കൊണ്ട്. ആ അസിസ്റ്റ് ചങ്ങായി കൊടുക്കുന്നത്, അതും പ്ലേറ്റിൽ വെച്ച് കൊടുക്കുന്നത് തൻ്റെ വീക്കർ റൈറ്റ് ഫുട്ട് കൊണ്ടാണെന്നുള്ള കാര്യം ഓർക്കേണ്ടതാണ്. അതാണ് ആ എബിലിറ്റിയുള്ള പ്ലെയറാണ് ബുക്കായോ സാക്ക. 3ാമത്തെ ഗോളിൽ അഗെയിൻ എന്താണ് ട്രൊസാർഡിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ക്രോസ്. വിക്ടറി യോക്കറിനെ സംബന്ധിച്ചോളം ഹെഡിങ് ഏരിയൽ എബിലിറ്റി അദ്ദേഹത്തിൻ്റെ മെയിൻ ആട്രിബ്യൂട്ട് അല്ല, പക്ഷേ അതൊരു ഫാന്റാസ്റ്റിക് ഹെഡറാണ്. നല്ല ഹെഡർ അടിക്കുന്നു. അങ്ങനെ 3 ഗോൾ അടിച്ചിരിക്കുകയാണ് ഫസ്റ്റ് ഹാഫിൽ തന്നെ. വേറെ എബെരച്ചിയുടെ ചാൻസ് അത് എഗ്രിക്കോ പിന്നെ ബ്ലോക്ക് ചെയ്യപ്പെടുക, അങ്ങനത്തെ മൊമെൻറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു ഈ മത്സരത്തിൽ. അതാണ് പറയുന്നത്, ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞാൽ ആർസണൽ ഫാൻസ് സംബന്ധിച്ചോളം ഭയങ്കര സുഖം കൊടുത്തിട്ടൊരു ഫസ്റ്റ് ഹാഫാണ്. എത്ര നാളായി ഇങ്ങനത്തെ ഒരു ഫസ്റ്റ് ഹാഫ് കണ്ടിട്ട്, എത്ര നാളായി 3 ഗോളിന് ആർസണൽ ജയിച്ചിട്ട് എന്ന് ആലോചിച്ച് നോക്കിയാൽ, 1-ൽ കൂടുതൽ ഗോളുകൾക്ക് ജയിച്ചിട്ട് എത്ര നാളായി എന്നാണ് കാര്യം പറഞ്ഞത്. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രകടനം കണ്ടതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരിക്കും, സമാധാനം ഉണ്ടായിരിക്കും. കുറേ കൂടി ബിലീഫ് മൊത്തത്തിൽ എല്ലാവർക്കും ആർസണലുമായിട്ട് ചേർന്നിരിക്കുന്ന പലർക്കും ഭയങ്കരമായിട്ട് ഒരു ബിലീഫ് കൊടുക്കുന്ന തരത്തിലുള്ള പ്രകടനമാണ്. ആർസണൽ ഈ മത്സരത്തിൽ 18 അറ്റംപ്റ്റുകൾ നടത്തി, 9 അവർ ടാർഗറ്റിൽ അടിക്കുന്നു. 10 അറ്റംപ്റ്റുകൾ ഫുൾ നടത്തി. ഫുള്ളമിൻ്റെ ഒരേ ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ്, കസ്റ്റാനിയുടെ ഷോട്ട് ഓൺ ടാർഗറ്റ് 70ാമത്തെ മിനിറ്റിലാണ്. ഞാൻ പറഞ്ഞില്ല, സെക്കൻഡ് ഹാഫിൽ അവർ പിന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്തു. അത് സ്വാഭാവികമായിട്ടും നടക്കുന്നൊരു സംഭവം തന്നെയാണ്. കുറേ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്തി. സുബിമെൻറ്റിനെ കൊണ്ടുവരുന്നു, മധുക്കയെ കൊണ്ടുവരുന്നു. മധുക്കയും ബുക്കായോ സാക്കയും തമ്മിലുള്ള വ്യത്യാസം രാവും പകലും തമ്മിലുള്ളതാണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്. യെസ്, മധുക്ക ശ്രമിക്കുന്ന ഒരാളൊക്കെ തന്നെയാണ്, പക്ഷേ വ്യത്യാസം ഭീകരം തന്നെയാണ്. ഗബ്രിയേൽ ജെസൂസ് വരുന്നു, കുറേ ഓഫ് സൈഡ് ആകുന്ന സാഹചര്യം ഉണ്ടായി. 1-2 ഓഫ് സൈഡ് എനിക്ക് ഓർമ്മയിലുണ്ട്. ഡോമാൻ വന്നിട്ട്
ആളുടെ ഒരു നല്ല രീതിയിലൊരു ഫുട് വർക്കും പിന്നെ ഒരു അറ്റംപ്റ്റൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. എഡ്ജ് ഓഫ് ദ ബോക്സിൽ ബോൾ ക്യാരി ചെയ്തിട്ട് വളരെ എഫേർട്ട്ലെസ് ആയിട്ട് ബോൾ ക്യാരി ചെയ്യാനുള്ള കഴിവുള്ള ചങ്ങയാണ് ഡോമൻ എന്നുള്ള കാര്യം ഓർക്കണം. പിന്നെ മൊസ്കേരനെ കൊണ്ടുവരുന്നു പിന്നെ റൈറ്റ് ബാക്ക് റോൾ വൈറ്റിന് പകരമായിട്ട്. അപ്പോൾ ആരായിരിക്കും ആ ഒരു അത്ലറ്റിക്കെതിരെ പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? കാരണം ലുക്മാനുമായിട്ട് ഇടങ്ങറായതാണ് വൈറ്റ്. അപ്പോൾ ചിലപ്പോൾ മൊസ്കേരനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുമായിരിക്കും. അതേപോലെ തന്നെ കലിഫിയോരിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കും. കലിഫിയോരി മിക്കവാറും ഇനി പ്രീമിയർ ലീഗ് മത്സരങ്ങൾ കളിച്ചിട്ട് ഹിൻകാപ്പിനെ തന്നെ ആയിരിക്കും ചിലപ്പോൾ ലെഫ്റ്റ് ബാക്കായിട്ട് ചാമ്പ്യൻസ് ലീഗിൽ കളിപ്പിക്കുക എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ട്. എനിവേ നമുക്ക് വെയിറ്റ് ചെയ്ത് കാത്തിരുന്ന് കാണേണ്ട സംഭവമാണത്. ഡേവിഡ് റായ്ക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാനൊന്നുണ്ടായിരുന്നില്ല. പറഞ്ഞ കസ്റ്റേർഡ് ഐറ്റം നേരെ അദ്ദേഹത്തിൻ്റെ കയ്യിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നല്ല ഡിസ്ട്രിബ്യൂഷനും കാര്യങ്ങളൊക്കെ ഡേവിഡ് റായ് നടത്തിയിട്ടുണ്ടായിരുന്നു. ഇനി വിക്ടർ യോക്കരസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ യോക്കരസിൻ്റെ ഇപ്പോൾ ഫസ്റ്റ് ഹാഫിൽ തന്നെ ചില പ്രകടനങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ലോങ് ബോളൊക്കെ അദ്ദേഹത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രോപ്പർ സെൻറ്റർ ഫോർവേഡ് പ്ലേ ഒക്കെ നമുക്ക് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ആ ഒരു സ്ട്രെങ്തും കാര്യങ്ങളൊക്കെ ചങ്ങായി യൂസ് ചെയ്തിട്ട് പിന്നെ ഈവൻ ഫ്രീ കിക്കുകൾ വിൻ ചെയ്യുന്ന അവസരങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഇതിൽ തന്നെ ആളുടെ പ്രീമിയർ ലീഗിലെ 13ാമത്തെയും 14ാമത്തെയും ഗോളുകളാണ് ഈ മത്സരത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഓൾ കോമ്പറ്റീഷൻസിൽ 21 ഗോളുകളായി വിക്ടർ യോക്കരസിന്. ബുക്കായോ സാക്കയ്ക്ക് ശേഷം ആദ്യമായിട്ടാണ് ഒരു ആർസണൽ പ്ലെയർ 20+ ഗോളുകൾ ഒരു സീസണിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. ഇനി ഒരു സ്ട്രൈക്കർ എന്ന രീതിയിൽ ഒബമയാങ്ങിന് ശേഷമാണ് ആദ്യമായിട്ടൊരു ആർസണൽ സ്ട്രൈക്കർ 20+ ഗോളുകൾ ഒരു സീസണിൽ ഓൾ കോമ്പറ്റീഷൻസിൽ പ്രൊവൈഡ് ചെയ്യുന്നുള്ള കാര്യം ഓർക്കണം. അപ്പോൾ ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ യോക്കരസ് പിന്നെ ഗോളുകൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. യെസ്, ഇടയ്ക്ക് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ലിങ്ക് പ്ലേയെ കുറിച്ചിട്ടൊക്കെ ചർച്ചകളും ഈവൻ കഴിഞ്ഞ മത്സരത്തിൽ ന്യൂകാസിൽ യുണൈറ്റഡിനെതിരെ അദ്ദേഹത്തിൻ്റെ ആ ഒരു പാസ് അത് 4v1 സിനാരിയൊക്കെ ഉണ്ടായിട്ടുള്ള അവസരത്തിൽ 4v2 സിനാരി ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിൽ അദ്ദേഹത്തിന് ആ പാസ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റാത്തതിനെ കുറിച്ചിട്ടുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്ന സാഹചര്യത്തിൽ തന്നെ ആളിപ്പോൾ ഈ രീതിയിൽ ആ ഒരു 20+ ഗോളുകൾ അടിച്ചിരിക്കുകയാണ്. ആർസണൽ ഈ സീസണിൽ ടൈറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ അതിൽ യോക്കരസിനൊരു കാര്യമായിട്ടുള്ള പങ്ക് വഹിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ എല്ലാവർക്കും ഒരു എതിരഭിപ്രായം ഉണ്ടാകേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അടിച്ചു കഴിഞ്ഞാൽ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് കായ് ഹാവേർട്സിനെ പ്രിഫർ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു മിക്കൽ ആർട്ടറ്റ ചങ്ങായി പിന്നെ ഇഞ്ചുറിയിൽ നിന്ന് തിരിച്ചു വന്നപ്പോൾ. പക്ഷേ ആൾക്ക് വീണ്ടും ഇഞ്ചുറി പറ്റിയപ്പോൾ യോക്കരസും സ്റ്റെപ്പ് ചെയ്യാനുള്ള തീരുമാനം എടുക്കുന്നു. അതൊക്കെ നല്ല കാര്യം തന്നെയാണ് ആർസണലിനെ സംബന്ധിച്ചിടത്തോളം. ഈ സീസണിലെ പ്രീമിയർ ലീഗിലെ ഒരു രസകരമായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞത് അതായത് പ്രീമിയർ ലീഗിൽ നിന്ന് 20+ ഗോളുകൾ അടിച്ചിട്ടുള്ള 3 ആളുകൾ മാത്രമേ ഉള്ളൂ. അതിൽ 3ാമത്തെ ആളാണ് വിക്ടർ യോക്കരസ്. അപ്പോൾ അത് ചെറിയൊരു നമ്പർ അല്ല. ആരൊക്കെയാണ്? ഏർലിംഗ് ഹാലണ്ട് 35 ഗോളുകൾ ചങ്ങായി അടിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇഗോർ തിയാഗോ ബ്രെൻഫോർഡിൻ്റെ 25 ഗോളുകൾ അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ 21 ഗോളുകളുമായിട്ട് ആ ലിസ്റ്റിൽ 3ാം സ്ഥാനത്ത് വിക്ടർ യോക്കരസിൻ്റെ പേരുണ്ട്. വേറെ ഒരു പ്രീമിയർ ലീഗ് പ്ലെയർക്കും 20+ ഗോളുകൾ ഓൾ കോമ്പറ്റീഷനിൽ അടിക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ അതൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റാറ്റ് തന്നെയാണ്. അപ്പോൾ ഇനിയും മത്സരങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. 3 മത്സരങ്ങൾ പ്രീമിയർ ലീഗിൽ ആർസണൽ ബാക്കിയുണ്ട്. ചാമ്പ്യൻസ് ലീഗിൻ്റെ സെമി ഫൈനലുണ്ട്. ഒരു പൊട്ടൻഷ്യൽ ഫൈനൽ ബാക്കിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ആർസണലിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇത് ഒരു ഹിസ്റ്റോറിക് സീസണാക്കി മാറ്റാനുള്ള ഒരു അവസരം അവരുടെ മുമ്പിലുണ്ടെന്ന് ആലോചിച്ച് നോക്കിയേ. ചാമ്പ്യൻസ് ലീഗും ടൈറ്റിലും അടിച്ചാലുള്ള അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോൾ അത് അവരുടെ തന്നെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച ക്യാമ്പയിനുകളിൽ ഒന്നായിട്ട് മാറും അല്ലേ? ഈവൻ ടൈറ്റിൽ മാത്രം അടിച്ചാൽ തന്നെ ഒരു ഗംഭീര സീസണായിട്ട് മാറും എന്ന് തന്നെയാണ് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനുള്ള അവസരം അവരുടെ മുമ്പിൽ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇനി സിറ്റി ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യുക അതാണ് നമ്മൾ കാത്തിരുന്ന് കാണാൻ ആഗ്രഹിക്കുന്നത്. കാരണം വെച്ചാൽ 6 points ഇൻ ദ ബാഗ് ആർസണൽ നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. 2 games in hand ഉണ്ട് സിറ്റിക്ക്. ഇതിനു മുമ്പും ഇത്തരത്തിലുള്ള സിനാരിയോയിൽ സിറ്റി ഉണ്ടായിരുന്നു. അങ്ങോട്ട് എന്താണ് അവർ എന്ന് വെച്ചാൽ ആ ഒരു ഡെഫിസിറ്റ് അവർക്ക് മറികടക്കാൻ സാധിച്ചു. അങ്ങനെയാണ് അവരൊപ്പം എത്തിയത് അല്ലേ? അപ്പോൾ വീണ്ടും അത് ചെയ്യാൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് ആർസണൽ. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ ഫിക്സ്ചർ കൺജഷനും പരിപാടികളെ കുറിച്ചൊക്കെ ചർച്ചകളും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എനിവേ ഏത് രീതിയിലായിരിക്കും മൺഡേ നൈറ്റ് ആർസണൽ ഫാൻസൊക്കെ അന്ന് എവർട്ടൺ ഫാൻസ് ആയിരിക്കും. അപ്പോൾ എവർട്ടന് വേണ്ടിയിട്ടായിരിക്കും അവർ ചിയർ ചെയ്യുന്നുണ്ടായിരിക്കുക. എവർട്ടന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ? ഡേവിഡ് മോയ്സിന് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമോ ഈ പിന്നെ മാൻ സിറ്റി സൈഡിന്? അങ്ങനെ അവർക്ക് ഭീകരമായിട്ടുള്ള അഡ്വാൻറ്റേജ് ആ ടൈറ്റിൽ റേസിൽ കൊടുക്കാൻ സാധിക്കുമോ? സിറ്റിക്ക് 5 games ബാക്കിയുണ്ട്. ആർസണലിന് 3 games ബാക്കിയുള്ളത്. ആർസണൽ 3 games എന്ന് പറഞ്ഞാൽ ഒന്നത് ബേൺലിക്കെതിരെയാണ്, റിലേഗേറ്റ് ചെയ്യപ്പെട്ടുള്ള ബേൺലിക്കെതിരെ എമിറേറ്റ്സിലാണ്. പിന്നുള്ളതെന്ന് വെച്ചാൽ വെസ്റ്റാമായിട്ടുള്ള എവേ മത്സരം എന്ന് പറഞ്ഞാൽ ഭയങ്കര ടഫായിരിക്കും എന്ന കാര്യത്തിൽ അത് സംശയം വേണ്ട. വെസ്റ്റാമിൻ്റെ ഹോമിലേക്ക് പോകണം. വെസ്റ്റാമാണെങ്കിൽ ഇന്നലെ തോറ്റിരിക്കുകയാണ് ബ്രെൻഫോർഡുമായിട്ട്. അവർ ആ റിലേഗേഷൻ ബാറ്റിൽ ഇങ്ങനെ കിടന്ന് പണ്ടറങ്ങിയിരിക്കുന്ന ഒരു സൈഡാണ്. അപ്പോൾ അവർക്ക് പോയിൻറ്റ്സ് അത്യാവശ്യമാണ്. അവരുടെ എല്ലാം കൊടുക്കാൻ റെഡിയാകും എന്ന കാര്യത്തിൽ അത് സംശയം വേണ്ട അല്ലേ? അപ്പോൾ ആ രീതിയിലുള്ളൊരു മത്സരമാകുമ്പോൾ അതിൻ്റെ കട്ടി കൂടും, അതിൻ്റെ വീര്യം കൂടും. അപ്പോൾ ആർസണലാണെങ്കിൽ ആ മത്സരത്തിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫൈനലിലേക്ക് ഒരു പക്ഷേ എത്തിയിരിക്കാം, അല്ലെങ്കിൽ ചാമ്പ്യൻസ് ലീഗിൽ നിന്ന് പുറത്തായിരിക്കാം. എന്നാലും നല്ല മൊറാലോട് കൂടിയിട്ടാണ് അത്ലറ്റിക്കോക്കെതിരെയുള്ള മത്സരത്തിലേക്ക് പോകുന്നത് ആർസണൽ. പിന്നെ ഈ വെസ്റ്റാമിന് ശേഷമുള്ള പ്രീമിയർ ലീഗിലെ മത്സരം എന്ന് പറഞ്ഞാൽ പിന്നെ പാലസുമായിട്ടാണ്. അപ്പോൾ ഈ രീതിയിലുള്ള 3 മത്സരമാണ്. സിറ്റിക്ക് അഗെയിൻ ബോൺമൗത്ത് ഉണ്ട്, ബ്രെൻഫോർഡ് ഉണ്ട്,
ഇപ്പം എവർട്ടൺ അവേ ഉണ്ട്, വില്ല ഉണ്ട്. എന്തായാലും ആ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഇതൊരു ഹിസ്റ്റോറിക് സീസൺ ആക്കാനുള്ള അവസരമുണ്ട്. അതേപോലെ തന്നെ ഒരു ലാഫിംഗ് സ്റ്റോക്ക് ആകാനുള്ള അവസരവും അവരുടെ മുമ്പിൽ തന്നെ നിൽക്കുന്നുണ്ട്. രണ്ടിനും 50-50 ചാൻസ് തന്നെയാണ് ഇപ്പോഴുള്ളത് എന്ന കാര്യത്തിൽ അത് സംശയം വേണ്ട. അപ്പോൾ ഏത് വേണം എന്നുള്ളത് ആർസണലാണ് തീരുമാനിക്കേണ്ടതുള്ളത്. അപ്പോൾ എനിവേ ഇതിൽ ആർസണലിൻ്റെ ഇൻറ്റൻറ്റ് വളരെ മികച്ചതായിരുന്നു. അവരുടെ ഇൻറ്റൻസിറ്റി, അവരുടെ അപ്രോച്ച് എല്ലാം മികച്ചതായിരുന്നു. അപ്പോൾ ഈ രീതിയിലായിരിക്കും ഇനി ബാക്കിയുള്ള മത്സരങ്ങൾ അവർ നോക്കിക്കാണാം, കണ്ടറിയേണ്ട തരത്തിലുള്ള സംഭവമാണ്. ടെക്ലൻ റൈസ് ആ ഒരു 6 റോൾ നന്നായിട്ട് കളിക്കുന്നു. പിന്നെ ആൾക്ക് റെസ്റ്റ് കൊടുക്കാനുള്ളൊരു അവസരം കിട്ടി ഈ മത്സരത്തിൽ. അപ്പോൾ മിക്കവാറും അത്ലറ്റിക്കെതിരെ വീണ്ടും ചെങ്ങായി തന്നെ ആയിരിക്കും ആ ഒരു 6 റോൾ കളിക്കാനുള്ള സാധ്യതയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സത്യത്തെ കൊണ്ട് കാണാം. ഗുഡ് ബൈ.